അതല്ലേ. ഹായ് ഗായ്സ്, അപ്പൊ നമ്മളിനി പോവാൻ പോണത് എങ്ങോട്ടാ? എല്ലാരും കാണിക്കട്ടെ, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്. എല്ലാരും മുഖം ഉണ്ടാവും. നിങ്ങളായിട്ട് ഫേമസ് ആയി പോയാലോ? അച്ചുബ്രോനെ ഫേമസ് ആക്കാൻ പറഞ്ഞില്ലേ? എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ എന്റെ ഓഡിയൻസിനോട്. എന്തെങ്കിലും ഒരു മെസ്സേജ് വേൾഡിനോട്? മെസ്സേജ് ഹായ് ഗായ്സ്, ഞാനിപ്പോ വന്നിട്ടുള്ളൂ. പിന്നെ നേഹ എടാ, ഇനി ആദി നീയാണ് എന്റെ ചാനലിന്റെ കൺമണി. ഓ മെസ്സേജ്. എന്റെ ചാനലിൽ തന്നെ മെസ്സേജ് ടു പീപ്പിൾ. നിന്നെ പോലെ ലെജൻസിന് ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാണ്ട് അഡ്വൈസ്. എടാ അച്ഛനസ് നീ പറഞ്ഞില്ല, ജീവിക്കണം. ജീവിതം എന്താണ്? അതെ. ആദ്യം തന്നെ നേഹയുടെ ഒരു ചാനലിൽ എനിക്കൊരു അവസരം ഇതിനെ കുറിച്ച് പറയണേ. മക്കളെ മാക്സിമം ട്രാവൽ ചെയ്യുക, പുതിയ ആളുകളെ പരിചയപ്പെടുക, ഫുഡടിക്കുക, കിടന്നുറങ്ങുക. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഫസ്റ്റ് ഡേ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി, എയർപോർട്ടിലെത്തി. അപ്പം നമ്മളിവിടെ ഒരു എയർബിഎൻബി അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, കുറേ ബെഡ്റൂംസ് ഉണ്ട്. നല്ലൊരു എയർബിഎൻബി പ്രോപ്പർട്ടിയാണ്. ഇന്ന് രാവിലെ നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണ്. ഇന്ന് കുറച്ച് ടൗണും കാര്യങ്ങളൊക്കെ. അതെ, നമ്മുടെ ട്രിപ്പിൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് എനിക്ക് ഇപ്രാവശ്യത്തെ? ഇന്നലെ ഒരു ഈവനിങ് നൈറ്റ് ആയിട്ട് ഞങ്ങൾ എത്തി. 2000 years later. ഇവിടെ ഞങ്ങൾ പറഞ്ഞ പോലെ വളരെ ഒതുക്കി. ഹലോ ഗൈസ്, വി ആർ ഇൻ സിറ്റി സ്ക്വയർ now. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ ട്രിപ്പ് ഈസ് ഓൺ. ഹായ് ഗായ്സ്, അപ്പൊ പിന്നെ നമ്മള് രാത്രി ഡ്രസ്സൊക്കെ ചെയ്ത് അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മള് പബ്ബിലേക്ക് പോവാണ്. ഇവിടുത്തെ അൽബേനിയയിലെ പബ്ബ് ഒരു എക്സ്പീരിയൻസ് ആണ് എന്നാണ് സജഷൻസ് ഉള്ളത്. സോ വി ഗോണ എക്സ്പ്ലോർ Albanian pubs. With some hot guys. Yeah, probably we're gonna find somebody. Yeah, because we don't have anybody. And somebody we have is like nobody. For us. Alright, see you.
ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ എന്താ ഓർഡർ ചെയ്തത്? ഞങ്ങൾ വന്ന എന്തായിരുന്നു അതൊരു ഷവർമ പോലെ ഡോണർ പോലെ കുറച്ച് ചിക്കൻ ഷട്ടർ ചിക്കൻ ഉണ്ട്, പിന്നെ ഫ്രൈസ് ഉണ്ട്, അപ്പൊ നമ്മൾ അങ്ങനെ റെസ്റ്റോറൻറ്റ് വന്ന് കഴിക്കുകയാണ്. സംഭവം എന്താ വെച്ചാൽ പപ്പ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി ടാക്സി വിളിച്ച് പപ്പിലേക്ക് പോകണം. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഇന്ന് രാവിലെ എനിക്ക് 5 മണിക്ക് നമ്മൾ അൽബേനിയയിൽ നിന്ന് ഇറങ്ങി ഒരു 5 hour ട്രാവൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷനിലെത്തി. നല്ല മൗണ്ടൻസും ഹിൽസൊക്കെ ഉള്ള ഡെസ്റ്റിനേഷൻ. ഇവിടെ നമ്മൾ റിവർ, ലേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ് അവിടുന്ന്. അപ്പം നമ്മൾ ഒരു ലോങ് ട്രാവൽ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കിടന്നുറങ്ങി ബസ്സിൽ. കാരണം ഇന്നലെ പബ്ബിലൊക്കെ പോയി വന്ന് ഒരു ½ hour ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഫ്രഷായി നമ്മൾ ബോട്ട് റൈഡിങ്ങിന് പോവാണ്. See you, stay tuned. Bye. ഹായ്, അപ്പോൾ നമ്മൾ ബ്ലൂ കേവിലെത്തി. ഇനി ചെറിയൊരു ബോട്ട് എടുത്ത് നമ്മളൊരു ചർച്ചിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ചർച്ചിലേക്ക് പോകാനുള്ളൊരു ബോട്ടിലേക്ക് കയറാണ്. So complicated. There is only one more complicated model in China that they call it the forbidden one with the 1,000 steps on that one because the girls losing eyes getting blind because of that hard work. Oh. So go up here. and subscribe ചെയ്യണം. So നിങ്ങളെല്ലാവരും സബ്സ്ക്രിപ്ഷൻ കൂടിയിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് സെഫോറ കാര്യങ്ങളൊക്കെ പോകാനായിട്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളെ എന്ത് ചെയ്യുക, വിജയിപ്പിക്കുക. നേഹയുടെ കൂടെയുള്ള ഒരു ട്രാവല് അതെൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു. ഫ്ലൈറ്റിന് ശേഷം പിന്നെയാണ് ഞങ്ങൾക്കൊന്ന് അവളെ നേരെ തള്ളിയോട് കൂടി നമ്മോട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതോർത്തോളം മതി. സൽമ, വളരെ നല്ല അടിപൊളി അടിപൊളി അടിപൊളി. സരി, ട്രിപ്പിനെ പറ്റി എന്നെ പറ്റി പറഞ്ഞോ? വളരെ നല്ലതാണ്. മോണ്ടിനിഗ്രോ is very very fast. അറിയാണ്ട് നമ്മൾ മോണ്ടിനെഗിരി വളരെ മനോഹരമായ സ്ഥലത്തായി പോയത്. ഈ സ്ഥലമെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പണ്ടത്തെ അവരുടെ ഓരോരോ എന്താ വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ നമ്മൾ എവിടെയുള്ളത്? ഞങ്ങളിപ്പോ നയഗ്ര വാട്ടർഫോൾ സ്റ്റഡിയിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം ഇത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഹോട്ട് കൺട്രിയാണ്. സോ ഇവിടെ എപ്പോഴും നമ്മൾക്ക് ഹൈഡ്രേറ്റ് ചെയ്ത്, അതായത് ആൾക്കാരുടെ മേലൊക്കെ ചൂട് തട്ടുമ്പോൾ കണ്ടു ഇവിടെ ടാനൊക്കെ വരണം. അപ്പം അതൊക്കെ പോകാൻ വേണ്ടി പിന്നെ ആൾക്കാരൊന്ന് കൂളാക്കി വെക്കാൻ വേണ്ടി അവിടെ ചെറിയ ചെറിയ സ്പ്രേസ് ഉള്ളതാണ്. ഇതാണ് മിനി നയാഗ്ര.
പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു സ്ട്രീറ്റിലാണ് ഉള്ളത്. ഇവിടെ ഒരു കാസിലുണ്ട്, അത് കുർജെ കാസിലാണ്. അത് കാണാൻ നമ്മൾ വന്നത്. ഇവിടെ ഒരു ഇതിലെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഹോം മെയ്ഡ് ആയിട്ട് സുവനീയേഴ്സ്, പിന്നെ സിൽവർ ജ്വല്ലറി അതൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ ടൂറിസ്റ്റ് ആയതുകൊണ്ട് അവർ ഭയങ്കര റേറ്റ് ആവണം. പിന്നെ നമ്മൾ അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് വാങ്ങാം, ഇഷ്ടമുള്ളവർ വാങ്ങാം. അല്ലാത്തൊരു ചെറിയ ചെറിയ സാധനങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സുവനീർ എടുത്ത് നമ്മൾ ഈ കൺട്രിയിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനം എപ്പോഴും കീപ്പ് ചെയ്യാം. എന്താണ് ഇങ്ങനെ ഫാൻസിനെ പോലെ ബിഹേവ് ചെയ്യണത്? അതെ അതെ. അപ്പൊ നമ്മളിപ്പോ കൂർജയിലെത്തിയാണ്. എല്ലാരും ചേർന്ന് നെയുടെ അക്കൗണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് നല്ല റീച്ച് ആക്കി കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അമർത്തിയും ക്രിസ്മസ് ഫ്രണ്ട് എല്ലാവരും ക്രിസ്മസ് ഫ്രണ്ട് അല്ല, നമ്മള് ഗ്രൂപ്പ് ഓഫ് സ്ട്രേഞ്ചർ പീപ്പിൾ ആണ്. പക്ഷെ ഇപ്പൊ ഒരു ഫാമിലിയാണ്. അതെ, അപ്പൊ നമുക്ക് ഒരാളെ മെമ്മറി കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഓരോ സാധനം ക്യൂട്ട് സൊവനിയർ ആയിക്കോട്ടെ എന്തെങ്കിലും ചെറിയൊരു സാധനം ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ നറുക്കിട്ട് ഓൾറെഡി നറുക്കിട്ട് നമ്മൾ എല്ലാവരും അവരവരുടെ ആളുകൾ ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടാണ്. പക്ഷെ ആരും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കും. എല്ലാരും ടയർഡാണ്, പൊള്ളുന്ന വെയിലാണ്. സൊവനിയർ അങ്ങനെ സൊവനിയർ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്ന സൊവനിയേഴ്സ് ആണ്. ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ അൽബേനിയൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. നല്ല അൽബേനിയൻ ഗേൾസ് ഉണ്ട്, ട്രിക്സ് പോലെ തന്നെ ഇന്ത്യൻ ഗേൾസ് ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടുത്തെ ഈ റോഡ് തന്നെ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് ലൈക്ക് യുനോ കുറെ പാറക്കല്ലൊക്കെ ആയിട്ട്, പാറക്കല്ല പക്ഷെ ഭയങ്കര സോഫ്റ്റ് മെറ്റൽ ആണിത്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മള് ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർബിഎൻബിയിലാണ് ഉള്ളത്. അപ്പോൾ ടുഡേ വി തോട്ട് ഓഫ് കുക്കിംഗ് സംതിങ്. കാരണം എല്ലാ ദിവസവും പിസയും മറ്റേ കഴിപ്പിച്ച് മടുത്ത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ചിക്കൻ കറി നമ്മളെ ബ്രെഡൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ സ്പൈസസ്, ഇന്ത്യൻ സ്പൈസസ് ഒന്നും കിട്ടാണ്ട്. സോ വി ബോട്ട് സം ഒറഗാനോ, പിന്നെ പെപ്പർ സോൾട്ടൊക്കെ വാങ്ങി. അപ്പോൾ വി ബോട്ട് സം പാസ്ത. അപ്പം ഇതുണ്ടാക്കാൻ പോണാണ്. ഒന്നുമില്ല, വൈറ്റ് സോസ്, സം മിൽക്ക്, ബട്ടർ ഒക്കെ ഇട്ട്. അല്ല, ഫ്ലോർ വാങ്ങിയോടാ. ഫ്ലോർ ഉണ്ടെങ്കിലാണ് തിക്കാവുള്ളൂ സോസ്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റൂല, ഇൻഡക്ഷനില് കുറച്ചുകൂടെ വെക്കാല്ലേ? ഹേ രമി, ഹലോ, എന്തുണ്ടാക്കണേ? നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പാസ്ത സ്പെഗാച്ചി പൊമഡോറോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നുകൂടെ പറ പേര്. സ്പെഗാച്ചി പൊമഡോറോ. ഓക്കെ. അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ പാസ്ത ഇപ്പൊ നിങ്ങൾ കുക്ക് ചെയ്തോണ്ടിരിക്കുക. ഇത് ഞാനിവിടെ ഹോം മെയ്ഡ് ആയിക്കട്ടാ. അപ്പൊ നമ്മള് പോണ വഴിക്ക് നല്ല വെയിലും ചൂട്. അപ്പൊ വത്തൊക്കെ വാങ്ങി അത് കട്ട് ചെയ്യാണ്. ഹായ്, അപ്പൊ നമ്മള് ബറാത്ത് കാസിലെത്തി. അതിന് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. തിരാനേന്ന് അൽബേനിയന്ന് ഒരു 2 hour ജേർണി ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഹായ് എവറിബഡി, അപ്പം നമ്മൾ അൽബേനിയയിലെ ബറാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലെ വ്യൂ കാണാൻ വന്നതാണ്. ഇത് 1000 വിൻഡോസ് എന്നാണ് അറിയപ്പെടുന്നത്. ബിക്കോസ് കുറേ വീടുകളുണ്ട്, അതിൻ്റെ ജനല്, അതിൻ്റെ ബാക്കിലൊരു ഹില്ല്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്.
ഇത് നൈറ്റാണ് കുറച്ചുകൂടെ ഹാപ്പനിങ് ആയിട്ടുള്ളത് ഇവിടെ, കാരണം ലൈറ്റ്സും കൂടെ വന്നിട്ടുണ്ട് രാത്രി, നല്ല ഭംഗിയായിരിക്കും. പകൽ ഇങ്ങനെയാണ് വ്യൂ വരുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് അൽബേനിയയിൽ വന്നാൽ മിസ് ചെയ്യാൻ പാടില്ല, കാരണം എനിക്ക് അൽബേനിയയിൽ ഇത്രയും ദിവസം കണ്ടതിൽ ഏറ്റവും വാവ് ആയിട്ട് തോന്നി.